Good morning. ഹലോ. സോ ഇന്ന് കുറച്ച് ഒരു ലോങ് ഡേ ആയിരിക്കും. ഇന്നെനിക്ക് കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇന്ന് ഞാൻ കോയമ്പത്തൂർ, ഇപ്പം വീട്ടിലാണുള്ളത്. ഇന്ന് കോയമ്പത്തൂരോട്ട് പോകണം. നാളെ 2 ദിവസം ഇനിയൊരു സെമിനാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിൻ്റെ ഒരു കുട്ടി വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. മീൻസ് ഞാൻ കോയമ്പത്തൂർ എത്തണത് വരെ ആയിരിക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയണത്. ഓക്കെ. പിന്നെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ കുറച്ച് അത് ശ്രദ്ധിക്കണ്ട, അതിപ്പം ഞാൻ എടുത്തിട്ട തുണിയാണ്. ആ ബാഗ്, ഈ ബെഡിൻ്റെ ഈ ആംഗിള്, അതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് എസ്തെറ്റിക് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യണതാണ്. ബട്ട് അങ്ങോട്ട് നടക്കണില്ല. ഒന്നത് വീട് കുറച്ച് പണ്ട് 1998 വീടാണ്. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഇനി നല്ല ഇതൊക്കെ വരുത്തണമെങ്കിൽ റിനോവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒന്നും കൂടെ കുറച്ചും കൂടെ ഇതാക്കണം. അപ്പോൾ അതിനുള്ള സാഹചര്യം കാര്യമൊന്നുമില്ല. സോ ഇതൊരു എസ്തെറ്റിക് റൂമാക്കാൻ വേണ്ടി എനിക്ക് പറ്റണില്ല. അതിന് കുറച്ച് ബഡ്ജറ്റൊക്കെ ഇറക്കേണ്ടി വരും. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യമല്ല. സോ ഞാൻ കുറച്ച് എസ്തെറ്റിക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എസ്തെറ്റിക് സ്പേസ് ഉണ്ടാക്കുകയാണ്. മീൻസ് എല്ലായിടത്തും എസ്തെറ്റിക് അല്ല, പക്ഷേ കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ 0 എക്സ്പെൻസാണ് എൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയണത്. അങ്ങനെ ഞാൻ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിലുണ്ടാക്കി. അയ്യോ ഫാൻ. ഓക്കെ, ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട്. നല്ല ക്യൂട്ടാണ്. ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ഫാൻ ഇട്ടിട്ടുണ്ട്. അതാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറക്കണത്. ഇതെന്ത് പ്ലാന്റെന്ന് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കുപ്പിയിൽ ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റിൻ്റെ ഇങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ റോസാപ്പൂ ഇട്ടിരുന്നതാണ്. അതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായപ്പം ഞാൻ പിന്നെ ഇതിലോട്ട് ഇതാക്കി. പിന്നെ പിന്നെ വേറൊരു സാധനം ഉണ്ടാക്കി. അത് ഞാൻ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞ് വീഴും. ഞാനിങ്ങനെ വെച്ചേക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചാരി വെച്ചേക്കുകയാണ്. അത് കാണിച്ചു തരാം. അങ്ങനെ കുറച്ചൊക്കെ എസ്തെറ്റിക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളാവൂല, അതുറപ്പാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പഴയ വീടാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിലാണ് കിടക്കുന്നത്. പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുട്ടപ്പനാക്കിയാലേ ഫുൾ റൂം ആവുള്ളൂ. ഇതെനിക്ക് പറ്റണ പോലെ കുറച്ച് സ്പേസ് ഞാൻ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതടിപൊളിയല്ലേ. ബാക്കി ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ക്യൂട്ട് സാധനം ഇതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് ക്ലേ വെച്ചിട്ട്, ഞാൻ വാങ്ങിയ ക്ലേ കുറച്ച് പഴയ ക്ലേ ആയിപ്പോയി. അപ്പോൾ ക്ലേ വെച്ചിട്ട് എനിക്ക് ക്ലേ വെച്ച് അങ്ങനെ വലിയ സംഭവമൊന്നും ഉണ്ടാക്കാറില്ല. എന്നാലും ചെറിയൊരു പൂവുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കോമഡി സാധനം കാണിച്ചു തരാം. ഇതെന്താണെന്ന് ഗെസ് ചെയ്യൂ. എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു റിബൺ. ഇത് കുറച്ച് കണ്ണാപ്പിയായോ എന്നൊരു ഡൗട്ടുണ്ട്. മാറ്റാം. ഇതിനെ ഇങ്ങനെ വാളിൽ ഹാങ് ചെയ്തിട്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ, വാൾ ഹോൾഡർ. മീൻസ് ഇതിൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊരു എസ്തെറ്റിക് സ്പേസാണ്. വാവ്. അടുത്തൊരു സ്പേസ് വന്നിട്ട് ഇതാണ് സംഭവം. ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതെന്ന് പറയണത് ഇവിടെ കുറച്ചും കൂടെ ഇതാക്കണം. അവിടെ ഒരു പ്ലാന്റൊക്കെ വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാധനം ഇല്ലാത്തത് കൊണ്ട് അവിടെ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ആക്കിയാണ്. ബാക്കി ഉണ്ടാവും ഒരു ചെയറും അതിന് മാച്ചിങ് ആയിട്ടുള്ള നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള കയ്യിലുള്ള സാധനം തന്നെ കേട്ടോ. ഒരു ബാഗും, പിന്നെ അന്ന് കാശ്മീർ പോയപ്പോൾ വാങ്ങിയ സംഭവം. പിന്നെ അതിൻ്റെ ഒരു ചെറിയ മാറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാവ്, ഇത്രയും എനിക്ക് ഇഷ്ടമാണ്. അടിപൊളി. ഇനി ബെഡും കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാനിവിടെ കിടന്ന കട്ടിൽ വേണ്ടാന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ തറയിൽ കിടക്കണതാണ് കുറച്ചും കൂടെ ഇഷ്ടം. കുറച്ചും കൂടെ അടിപൊളി അതാണ് കാണാനായിട്ട്.
സോ ഞാൻ കട്ടിലെടുത്ത് മാറ്റിയിട്ട് ബെഡ് തറയിലിട്ടിട്ടാണ് കിടക്കുന്നത്. അതിപ്പോൾ നല്ലൊരു അവസ്ഥയിലല്ല കിടക്കുന്നത്. ഇനി പറഞ്ഞ വ്ളോഗ്സിൽ എപ്പോഴേലും ഞാൻ കാണിച്ചു തരാം. മൊത്തത്തിൽ കുറച്ചൊക്കെ ഒരു എസ്തെറ്റിക് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം, അതും ഞാൻ ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചെൻ്റെ റൂമിൽ വന്ന കുറച്ച് അപ്ഡേഷൻസ് എന്നൊക്കെ പറയും, കുറച്ച് ചേഞ്ചസ്. ഓക്കെ, പിന്നെ കുറേ പരിപാടികളുണ്ട്. പാക്ക് ചെയ്യണം, ഫുഡ് കഴിക്കണം, ഇതൊക്കെയാണ് പരിപാടികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇന്ന് ഫുഡ് ഒരു സ്പെഷ്യൽ ഫുഡാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ്, എൻ്റെ കംഫർട്ട് ഫുഡ്, ഫേവറേറ്റ് ഫുഡ്, അതിന് എന്തൊക്കെ പേര് വിളിക്കാൻ പറ്റുമോ അതൊക്കെ വിളിക്കാം. പഴങ്കഞ്ഞിയാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡാണ്. അപ്പോൾ അതാണ് കഴിക്കാൻ പോകുന്നത്. കുറേ നാളായി കഴിച്ചിട്ട്. ഓക്കെ, ഫുഡിലെ ബെസ്റ്റ് പാർട്ടെന്ന് പറയണത് ഇത് കുറേ നേരം നമുക്ക് വിശക്കാതിരിക്കും. പക്ഷെ അതിന് വേറൊരു ഒരു വേസ്റ്റ് പാർട്ടും കൂടെ ഉണ്ട്. നമുക്ക് ഫുൾ ഡേ ഒരുമാതിരി മത്ത് പിടിച്ച് മന്ദിച്ചിരിക്കും. അതാണ് ഈ പഴങ്കഞ്ഞിയുടെ ഒരു പ്രത്യേകത. പക്ഷേ എനർജി. പിന്നെ ഞാൻ നേരെ പാക്കിങ്ങിലോട്ട് പോയി. പാക്ക് ചെയ്യാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 2 പെയർ ഡ്രസ്സ്, പിന്നെ ടവൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അയണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലാവില്ല. ഇവിടെ നിന്ന് അയൺ ചെയ്തിട്ട് അവിടെ എത്തുമ്പോൾ എന്തായാലും പിന്നെയും തലതിരിഞ്ഞാവും. എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാനൊന്ന് അയണൊക്കെ ചെയ്ത് എല്ലാം പക്കയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി കുറച്ച് സ്കിൻ കെയർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കൂടെ എടുക്കാനുള്ളൂ. ഒരു കുഞ്ഞ് ബാഗ്, അത് മാത്രമേ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചിലപ്പോൾ ഒരു സൈഡ് ബാഗ് കൂടെ കയ്യിൽ വെച്ചേക്കും. അത്രേ ഉള്ളൂ. സോ അടുത്ത് നമുക്കിനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീയും കൂടെ ചെയ്യാം. ഓക്കെ, ട്രാൻസിഷൻ. ഇന്നത്തെ ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ഇന്നും പൊതിച്ചോറുണ്ട്. അപ്പം ഇതിപ്പോൾ എനിക്കൊരു ശീലമാണ് കേട്ടോ. ഞാനിപ്പോൾ ട്രാവൽ ചെയ്ത ഉടനെ അമ്മയെടുത്ത് പറയും പൊതിച്ചോറ് വേണം എന്നൊക്കെ. അങ്ങനെ മുട്ട, ചമ്മന്തി എല്ലാം ഉണ്ട്. അങ്ങനെ പൊതിച്ചോറ് കെട്ടണം അമ്മ. അത് കഴിഞ്ഞ് അതിനെയും പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതുവരെ കാണാത്തൊരു തിരക്കായിരുന്നു തമ്പാനൂർ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ. എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് സീറ്റ് കിട്ടിയെന്ന്. പ്ലാറ്റ്ഫോം വരെ ഫിക്സ് ആയിട്ടില്ലായിരുന്നു. അവസാനത്തെ ഒരു 5 മിനിറ്റ് ആയപ്പോഴാണ് ഫിക്സ് ആയത്. അങ്ങനെ ഇടിച്ച് തള്ളി കയറി എങ്ങനെയോ സീറ്റ് കിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കം തന്നെയായിരുന്നു ഫുൾ ടൈം. അത് കഴിഞ്ഞ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഇറങ്ങി വിശന്ന് പണ്ടാരമായിപ്പോയി ഞാൻ.
ഒരു 5:30 എത്തിയപ്പോഴേക്കും. എന്നിട്ട് ഉച്ചത്തെ പൊതിച്ചോറ് ഞാൻ വിചാരിച്ച് ഇനി കൊള്ളാവോ എന്തോ കേടായി പോയാന്ന് തോന്നൊക്കെ. എന്നിട്ട് അവസാനം തുറന്നപ്പോഴേക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടി. അങ്ങനെ അതൊക്കെ കഴിച്ച് അതൊന്ന് കഴിച്ചപ്പോഴാണ് എൻ്റെ പോയ കിളികളൊക്കെ തിരിച്ചു വന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, മീൻസ് ഇങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്ത് എന്ത് ചെയ്യും, ഗ്യാസ് കയറിയിട്ട് ഇങ്ങനെ വയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ ഇവനെ കണ്ട് ഇവനും കുറച്ച് കൊടുത്ത് ഫുഡൊക്കെ. എല്ലാവരും എത്തി. നന്ദു മാത്രം എത്തിയില്ല, ബാക്കി എല്ലാവരും എത്തി. സോ ഞാൻ എന്താ ഷൊർണൂർ എത്തി. ഞാനെത്തി, ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബാക്കി ഫ്രണ്ട്സ് എത്തി. നന്ദു മാത്രം എത്തിയിട്ടില്ല, ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ട്രെയിൻ ജേണി ഒരു വല്ലാത്തൊരു ട്രെയിൻ ജേണി ആയിരുന്നു. ജനറലിൽ സീറ്റ് കിട്ടിയത് തന്നെ അത്ഭുതം, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. ഇടിച്ചു തള്ളി കയറിയോണ്ട് സീറ്റ് കിട്ടി. എന്നിട്ട് സീറ്റ് കിട്ടിയിട്ടും ചൂട്, എൻ്റെ പൊന്നെ, ഈ ക്ലൈമറ്റ് എനിക്ക് തീരെ പറ്റണമെന്നാണ് എനിക്ക് മനസ്സിലായത്. ചൂടെന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ എക്സ്ട്രീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ വേർത്തൊലിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. എങ്ങനെയാണ് എനിക്കിവിടെ എത്തിയാൽ മതിയെന്നായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എത്തി. എന്നിട്ട് അവിടെ ഇരിക്കുകയാണ്, എല്ലാവരും വന്ന്. അപ്പോൾ ഒരു ചെറിയ സമാധാനം. ഇനി ഞാനൊരു ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഗ്രീഷ്മ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, അവളുടെ ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഇട്ട് നോക്കാം. നല്ല ഷെയ്ഡാണ്, എനിക്ക് മാച്ച് ആവുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ബ്രൗണിൻ്റെ ഫാമിലിയിലുള്ള കളേഴ്സാണ് കുറച്ചുകൂടെ മാച്ച് ആവുന്നത്. പക്ഷെ ഇത് ഗ്രീഷ്മ ഇട്ടിട്ട് വേറെ തന്നെ ഒരു ഷെയ്ഡാണ്, ഒരു പിങ്ക് റോസ് ഷെയ്ഡ്. എനിക്കിത് ബ്രൗൺ പോലത്തെ ഷെയ്ഡ്. അപ്പോൾ നന്ദു എത്തി. അവളെന്താ ഷോളൊക്കെ ഇട്ട് വരുന്നു, ന്യൂ സ്റ്റൈലായിരിക്കും. ഗ്രീഷ്മ നമുക്ക് വേണ്ടി എല്ലാവർക്കും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പാവം, അവരൊക്കെ അവിടെ നിന്ന് കഴിക്കുകയാണ്. ചോറ് ഞാൻ ഇപ്പോഴായിട്ട് പൊതിച്ചോറ് കഴിച്ചതേ ഉള്ളൂ, അപ്പോൾ അത്ര വിശപ്പൊന്നുമില്ല. ഞാനും നന്ദും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കണം. ചോറും ചിക്കനുമാണ്. ഗ്രീഷ്മനെ വിളിച്ചപ്പോൾ ഉണ്ടാക്കണമായിരുന്നു അവിടെ ഉച്ചക്ക് ചിക്കൻ കറി. പാവം, നമുക്ക് കഴിക്കാം. അങ്ങനെ ഒരു 9:30-9:45 ആയപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെറും ഒരു 2 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും, 11-12 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തും. ഷൊർണൂറല്ലല്ലോ, കോയമ്പത്തൂർ. നമ്മളൊരു സ്നിക്കേഴ്സൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യും. സോ നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, വെറും 2 മണിക്കൂറിന് വേണ്ടിയിട്ടാണ്. അതായത് ബുക്ക് ചെയ്തതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചൊരു ഫോർമാലിറ്റിക്ക് ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ്. ഞാൻ പറയണൊക്കെ കേൾക്കാൻ പറ്റണമെന്ന് അറിഞ്ഞൂടാ. ഫാനിൻ്റെ ശബ്ദവും പുറത്ത് ശബ്ദവും എല്ലാം കൊണ്ടും ഭയങ്കര ശബ്ദമാണ്. നമ്മൾ കോയമ്പത്തൂരെത്തി. പ്ലാറ്റ്ഫോം നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർഗ്രൗണ്ടിൽ വെച്ചേക്കുന്ന പോലെയുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം പ്ലാറ്റ്ഫോമിൽ പോകണമെങ്കിൽ. ഉറക്കം വരുന്നുണ്ട്, ഇനി ഇവിടെ ഇരുന്നുറങ്ങാം. ബെസ്റ്റ് പാർട്ടെന്ന് പറയണത് പെണ്ണുങ്ങൾക്ക് ഇവിടെ ഫ്രീ ടിക്കറ്റാണ്. കണ്ട 0 rupees, അത് അടിപൊളിയാണ്. പക്ഷെ ആണുങ്ങൾക്ക് എന്തില്ലാത്തത് എനിക്കറിഞ്ഞൂടാ. പെണ്ണുങ്ങൾക്ക് പക്ഷേ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഫ്രീ ചെയ്ത് നന്നായി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി.
ഭാരതീയ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമ്മളിതാ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലെത്തി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.